ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ട്രേഡറിൻ്റെ ലൈഫ് ഒരു വലിയ ജേർണിയാണ്. അതായത് നമ്മൾ ആക്ച്വലി വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ട്രേഡിങ്ങിലേക്ക് കയറുന്നത്. ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഇത്ര ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ട് ട്രേഡിങ്ങിലേക്ക് കിടക്കും. അപ്പം ആദ്യം ട്രേഡിങ്ങിലേക്ക് കിടക്കുന്നവർക്കൊന്നും അറിയാതെ കിടക്കുന്നത്. അപ്പോൾ കുറേ ലോസ് ഉണ്ടാക്കി വയ്ക്കും. പിന്നെയും ക്യാപിറ്റൽ നമ്മൾ ആക്ച്വലി ഒരു ക്യാപിറ്റൽ ഏൺ ചെയ്തുകൊണ്ട് വന്ന് പിന്നെയും ലോസ്. അങ്ങനെ ജീവിതം മുഴുവൻ ഒരു ലോസ് കവറപ്പ് ചെയ്യാൻ തന്നെയാണ് നമുക്ക് ആക്ച്വലി പോകുന്നത്. അപ്പം നമുക്ക് ട്രേഡിങ്ങിലേക്ക് കടക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ആക്ച്വലി നമുക്ക് ട്രേഡിങ്ങിലേക്ക് നമുക്ക് ആക്ച്വലി കാലെടുത്ത് വയ്ക്കുമ്പോൾ വലിയ പ്ലാനിങ്ങോടുകൂടിയും വലിയ കടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഫുള്ള് ലോസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ ലോസ് കവറപ്പ് ചെയ്യാൻ തന്നെ നമുക്ക് ആക്ച്വലി ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കടന്നിട്ട് അത് ഫുള്ള് ലോസിലേക്ക് മാറുന്ന അവസ്ഥകളിലേക്ക് മാറും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോസിലേക്ക് വരും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഹ്യൂജ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യാം, അതായത് ഇത്രയും ഹ്യൂജ് ലോസിലേക്ക് നമുക്ക് ആക്ച്വലി പോകുമ്പം എങ്ങനെ അത് തിരിച്ചു പിടിക്കാം, നമുക്ക് ആക്ച്വലി പെർഫെക്റ്റ് പ്ലാനിങ്ങോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇന്നത്തെ ലൈവും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നത്. അതായത് പെർഫെക്റ്റ് ഈ സൈഡ് വേസ് മാർക്കറ്റ്, വോളറ്റൈൽ മാർക്കറ്റ്, അതായത് റേഞ്ച് മാർക്കറ്റ്, ഇതുപോലുള്ള മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പെർട്ട് ട്രേഡേഴ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ ആക്ച്വലി ഒരു ബിഗിനേഴ്സിന് വരുമ്പോഴത്തേക്ക് ഇതുപോലത്തെ മാർക്കറ്റിലേക്ക് ആക്ച്വലി കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഫുള്ള് ലോസിലേക്ക് കയറുകയും ചെയ്യും, ഫുൾ ലോസ് ആകുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം പെർഫെക്റ്റ് പ്ലാനിങ്ങോടുകൂടി എങ്ങനെ ചെയ്യാൻ പറ്റും. ഇത്രയും വലിയ ഹ്യൂജ് ലോസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എങ്ങനെ ഈ ലോസിനെ കവറപ്പ് ചെയ്ത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ട്രേഡിങ്ങിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ഇന്നത്തെ കാണിക്കാം. അതോടൊപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ കൂടെ കാണിക്കാം. അതായത് ഇന്ന് ആക്ച്വലി വളരെ റേഞ്ചിൻ്റെ മാർക്കറ്റ്, അതായത് മാർക്കറ്റ് വളരെ റേഞ്ച് മാർക്കറ്റിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതേപോലത്തെ മാർക്കറ്റ് എല്ലാവരും ആക്ച്വലി ചെയ്യുമ്പോഴത്തേക്കും വളരെ ലോസിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട്. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് മാർക്കറ്റ് കയറി ഇറങ്ങി അതായത് ഒരു പ്രോപ്പറായിട്ട് ഇതിനകത്തുനിന്ന് ഒരു എൻട്രി എക്സിറ്റ് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ ആക്ച്വലി WinTrader പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരും. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡെമോ ഏത് മാർക്കറ്റിലേക്ക്, അതായത് NSE മാർക്കറ്റ് ആണെങ്കിലും MCX ആണെങ്കിലും FOREX ആണെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി ഡെമോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക. എൻ്റെ നമ്പർ നിങ്ങൾക്ക് ആക്ച്വലി അറിയാം, എന്നാലും ഞാൻ പറഞ്ഞുതരാം. 81390999. ഈ നമ്പറാണ് വാട്സപ്പ് നമ്പർ. Seema കൃഷ്ണ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഗ്രീൻ കളർ അപ്പാരോ ആണ് ബൈ സിഗ്നൽ. ഇത് നമ്മൾ കാണുന്നത് നിങ്ങളുടെ ലേറ്റസ്റ്റ് വെർഷനാണ്. ഈ കോർണറിലാണ് നിങ്ങൾക്ക് ലൈവ് റേറ്റ് കാണാൻ പറ്റുക. ഈ റെഡ് കളർ ഡൗൺ ആരോ ആണ് സെല്ല്. ഇത് രണ്ട് ഓട്ടോമാറ്റിക് സിഗ്നൽസ് നിങ്ങൾക്ക് അലേർട്ടിൻ്റെ കൂടെ വരും. അതായത് നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ ചാർട്ട് സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി അലേർട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഗോൾഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ല. ആക്ച്വലി ഗോൾഡിൻ്റെ ചാർട്ടല്ല ഓപ്പൺ ആയിരിക്കും, പക്ഷേ ഗോൾഡിൽ തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ്, ക്രോസ് അപ്പ് ഇൻ ഗോൾഡ് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആക്ച്വലി ആ ചാർട്ടിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് ആക്ച്വലി ഇതേപോലെ അലേർട്ട് കിട്ടും. അതോടൊപ്പം ലേറ്റസ്റ്റ് സിഗ്നൽ, അതായത് ഈ ഗ്രീൻ കളർ അപ്പാരോ ആണ് ബൈ ആണെങ്കിലും റെഡ് കളർ സെല്ലാണെങ്കിലും ഇത് രണ്ടും വരുന്ന സമയത്ത്, അതായത് ഏത് ലേറ്റസ്റ്റ് സിഗ്നലാണ് ഇവിടെ കിടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസാണ് മുകളിലുണ്ടാകാറ്, താഴെ ഉണ്ടാകാറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ സിഗ്നൽസും കൺഫർമേഷൻ അല്ല, എല്ലാ സിഗ്നൽസും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രം എടുക്കുക. കൺഫർമേഷൻ നോക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി 3 ലെവൽ കൺഫർമേഷൻ നിങ്ങൾക്ക് നോക്കണം. 3 ലെവൽ കൺഫർമേഷൻ നോക്കുന്നത് ആക്ച്വലി ക്യാൻഡിൽ കളർ, വോളിയം ബാർ, പ്രൈസ് ബൈ സോൺ, അगर ബൈ സിഗ്നൽ വന്നാൽ, ഓക്കെ, സെൽ സിഗ്നൽ വന്നാൽ ക്യാൻഡിൽ കളർ, വോളിയം ബാർ, പ്രൈസ് ആൻഡ് സെൽ സോൺ. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള 3 കൺഫർമേഷൻ ലെവലിൽ നോക്കിയിട്ട് എടുക്കുക. പിന്നെ അതോടൊപ്പം എല്ലാ ക്യാൻഡിലും മൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ സപ്പോർട്ടും റെസിസ്റ്റൻസ്, അതായത് ഇതാണ് ബ്ലൂ കളർ സ്റ്റാറാണ് സപ്പോർട്ട്, ഇതാണ് റെസിസ്റ്റൻസ്. ഇത് ആക്ച്വലി ബ്രേക്ക് ചെയ്താലേ മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. ഇന്നത്തെ നിഫ്റ്റിയിൽ ആക്ച്വലി ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോയതിന് ശേഷം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എക്സ്പേർട്ട് ട്രേഡേഴ്സ് ആകാൻ വേണ്ടി നമുക്ക് ആക്ച്വലി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഒരുപാട് ലോങ് ടാർഗറ്റിലേക്ക്, അതായത് മാർക്കറ്റ് ഇന്ന് കൺസോളിഡേഷൻ ആണോ റേഞ്ച് ആണോ ആക്ച്വലി നല്ല മാർക്കറ്റാണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രെഡിക്ഷൻ നമുക്ക് നടക്കത്തില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എക്സ്പേർട്ട് ട്രേഡർ ആകാൻ വേണ്ടി ഒരുപാട് ലോങ് ടാർഗറ്റിലേക്ക് ശ്രമിക്കാതെ ഷോർട്ട് ടാർഗറ്റിൽ ശ്രമിച്ചിട്ട് ലോട്ട് കൂട്ടി എക്സിറ്റ്
ചെയ്യുന്ന കുറച്ച് ഇതുപോലുള്ള മാർക്കറ്റിൽ ബെസ്റ്റ് ആയിരിക്കും. അത് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ഏത് മാർക്കറ്റിലേക്ക് അഥവാ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ബെസ്റ്റായിട്ട് അവിടെ കാണിച്ചു തരും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ബൈസിക്കിളിൽ നമുക്ക് വന്നതിന് ശേഷം കുറച്ച് കയറിയിട്ട് ഓപ്പൺ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് അപ്രോക്സിമേറ്റ് തേർഡ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ കൺഫേം ആയി. കാരണം താഴെയും ഗ്രീൻ ആയിരുന്നു, മുകളിലും ഗ്രീൻ ആയിരുന്നു. അതോടൊപ്പം മാർക്കറ്റ് നമുക്ക് ആക്ച്വലി ഇവിടുന്ന് ആക്ച്വലി സിഗ്നൽ 17,550 നമുക്ക് ആക്ച്വലി മാർക്കറ്റ് 17,595 വരെ പോകുന്നു. ഒരുപാട് പ്രോഫിറ്റ് നമുക്ക് കൺഫർമേഷൻ വന്നതിന് ശേഷം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് തിരിഞ്ഞു പോകുമ്പോൾ ഇത് കാണിച്ചിട്ട് ആക്ച്വലി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് എടുത്തവർക്കാകട്ടെ 572 ഒരുപാട് മാർക്കറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. ഒരു 92 വരെ ആക്ച്വലി പോയിട്ടുള്ളൂ. 72 92 വരെ 92 വരെ പോയിട്ട് മാർക്കറ്റ് തിരിഞ്ഞിറങ്ങാൻ ചെയ്യണം. അപ്പോൾ എപ്പോഴും ഒരു 30-40 പോയിൻറ്റ്സിലേക്ക് മാക്സിമം ശ്രമിച്ചിട്ട് അതിൽ ലോട്ട് കൂട്ടി എക്സിറ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും. അതോടൊപ്പം സെല്ലും അങ്ങനെയായിരുന്നു. സെല്ലും കൺഫേംഡ് ആയിരുന്നു, പക്ഷേ കൺഫർമേഷൻ വന്ന് കുറച്ച് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അത്രയും തന്നെ ബാക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ചെയ്തിട്ട് പിന്നെയും തിരിച്ചിറങ്ങുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ വന്നിട്ട് നമുക്ക് താഴ്ത്തിറങ്ങുന്ന പോയിട്ട് ഒരുപാട് ടാർഗറ്റിലേക്ക് ശ്രമിക്കാതെ ഒരു 30 ടാർഗറ്റ് 40 ടാർഗറ്റ് അതിൽ ശ്രമിച്ചിട്ട് ലോട്ട് കൂട്ടി എക്സിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പെർഫെക്റ്റായിട്ട് നമുക്ക് ആക്ച്വലി ആക്യുറസിയും കിട്ടും. നമുക്ക് ആക്ച്വലി അതേ പ്രോഫിറ്റ് ഈവൻ 10 പോയിൻറ്റ്സ് നമുക്ക് ആക്ച്വലി ഇതിൽ നിന്ന് ഏൺ ചെയ്താലും നമുക്ക് ആക്ച്വലി ഒരു 500 പോയിൻറ്റ്സ് എന്തായാലും കിട്ടും. നമുക്ക് 20 പോയിൻറ്റ്സിന് വേണ്ടി ശ്രമിച്ചിട്ട് കഴിഞ്ഞാലും നമുക്ക് എന്തായാലും ഒരു 1000 പ്രോഫിറ്റ്. അത് 3 ലോട്ടാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാവും 3000. അപ്പോൾ ഡെയിലി എന്തായാലും ഒരു ഏത് മാർക്കറ്റ് ആണെങ്കിലും ഒരു 3,000 to 5,000 വരെ നമുക്ക് ഏൺ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. സിമ്പിളാണ്, ഇതേപോലെ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതോടൊപ്പം ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പറയുന്നത്. ലോസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് തിരിച്ച് അത് പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആക്ച്വലി നമുക്ക് ടൈം എടുക്കും. ടൈം എടുക്കുന്നത് മാത്രമല്ല നമുക്ക് പിന്നെ തിരിച്ച് പിടിക്കാനും കുറച്ച് ആക്ച്വലി ബുദ്ധിമുട്ടാണ്. അത്രയും ഹ്യൂജ് ലോസ് വരുമ്പോൾ പിന്നെ നമ്മുടെ കോൺഫിഡൻസ് എല്ലാം പോകും. അപ്പം നമുക്ക് ബെസ്റ്റായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഒരു ട്രേഡാണിത്. നമുക്ക് ആക്ച്വലി ഏത് മാർക്കറ്റ് ആണെങ്കിലും സിഗ്നൽ വന്ന് സിഗ്നൽ കൺഫേം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രി എടുത്തതിന് ശേഷം ഒരുപാട് ലോങ് ടാർഗറ്റിലേക്ക് ശ്രമിക്കാതിരിക്കുക. ഒരു 20-30 പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ഏൺ ചെയ്താലും എന്നാലും ഒരു 3 ലോട്ടിലാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു അപ്രോക്സിമേറ്റ് ഒരു 3,000 തൊട്ട് 5,000 വരെ എന്തായാലും 2 ട്രേഡിൽ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ മോർണിംഗിൽ ഇവിടെ 20 എടുത്തു, ഇവിടെ 20 എടുത്താലും നമുക്ക് ആക്ച്വലി 3 ലോട്ട് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കുട്ടി 6,000 എന്തായാലും കിട്ടിയിട്ടുണ്ട്. പോട്ടെ, നമ്മൾ ഒരു ലോട്ട് എടുത്തു കഴിഞ്ഞാലും എന്തായാലും 2,000 3,000 മാക്സിമം നമുക്ക് ഈ പോയിന്റിന് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലത്തെ 3 ട്രേഡുകൾ ആക്ച്വലി ഇവിടെ നമുക്ക് ആക്ച്വലി എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് റിലയൻസിൽ ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് നല്ല മൊമെൻറ്റിലേക്ക്, അതായത് നല്ല ബൈ ട്രെൻഡിലേക്ക് പോകുമായിരുന്നു. അപ്രോക്സിമേറ്റ് ഇന്ന് ടോട്ടൽ 3 സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. മോർണിംഗിൽ ഒരു സെല്ല് കൺഫേംഡ് അല്ല. അത് കഴിഞ്ഞ് വന്ന ബൈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ മുകളിലേക്ക് പോയി. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് വന്ന സെല്ല് കുറേ സൈഡ് വേസിന് ശേഷം ഞാൻ നേരത്തെയും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, സൈഡ് വേസ് കുറേ സൈഡ് വേസ്, അതായത് ലോങ് ടൈമിൽ, അതായത് ഒരു ഹാഫ് ആൻ അവർ 1 അവറിലേക്ക് സൈഡ് വേസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് ലോങ് ടാർഗറ്റിലേക്ക് ശ്രമിക്കരുത്. ഷോർട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽസ് വന്നതിന് ശേഷം സൈഡ് വേസ് കുറേ നേരത്തേക്ക് ഫോം ആവുകയാണെങ്കിൽ അത് ലോങ് ടാർഗറ്റിലേക്ക് ശ്രമിക്കാതിരിക്കുക. ഓക്കെ. ഷോർട്ടിൽ എക്സിറ്റ് ചെയ്യുക, ചെറിയ പോയിന്റിൽ എക്സിറ്റ് ചെയ്യുക, അതാണ് ബെറ്റർ. ഓക്കെ. അതേപോലെ തന്നെ ലോങ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്ന സിഗ്നൽസും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷമേ ഒന്ന് സിഗ്നൽ ഫോം ആകത്തുള്ളൂ. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഒരു സിഗ്നലും കൂടെ, അതായത് സിഗ്നൽ വന്നതിന് ശേഷം ഒന്ന് റിവേഴ്സ് പോയിട്ടാണെന്ന് കൺഫേം ആവുന്നെങ്കിൽ ആ സിഗ്നലും ഒരുപാട് ടാർഗറ്റിലേക്ക് ശ്രമിക്കാതിരിക്കുക. അതും ഷോർട്ടിൽ എക്സിറ്റ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് അഡാനി പോർട്സ് നോക്കി. അഡാനി പോർട്സും സെയിം ഇന്നപോലെ മോർണിംഗിൽ ബൈയും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെല്ല് ടോട്ടൽ അപ്രോക്സിമേറ്റ് 6 പോയിൻറ്റ്സ്, അപ്രോക്സിമേറ്റ് 6 അല്ല 7 പോയിൻറ്റ്സിനടുത്ത് ഏൺ ചെയ്തിട്ടുണ്ട്. മോർണിംഗിൽ ബൈ സിഗ്നൽ ആകണമെങ്കിൽ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് 813 അപ്രോക്സിമേറ്റ് 23 10 പോയിൻറ്റ്സിനടുത്ത് ആക്ച്വലി മോർണിംഗിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 തരത്തിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ ബെസ്റ്റ് സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡറിൻ്റെ സ്കാനർ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇതേപോലെ
ബൈ സിഗ്നൽ കൺഫേം ആണെങ്കിൽ ഇതേപോലെ 3 ആരോ ഇവിടെ കാണിച്ചു തരും. ആരോ കൺഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെസ്റ്റ് സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ ചാർട്ട്. ഓക്കെ, സെയിം അതേപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സും നല്ല ആക്ച്വലി വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു. ഇന്നലെ വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്ന് പോയത്. അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇന്നലെ ക്ലോസിങ്ങിൽ വന്ന സിഗ്നലാണ്. ഇന്ന് കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം അപ്രോക്സിമേറ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തത് അവിടെ നിന്നാണ് കൺഫർമേഷൻ ഇന്ന് കിട്ടിയതും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമുക്ക് 40 ഇവിടെ നിന്ന് ആക്ച്വലി ചെയ്തിട്ടുണ്ടെങ്കിൽ 404 നിന്ന് നമുക്ക് ആക്ച്വലി 398 വരെ മാർക്കറ്റ് ആക്ച്വലി ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നത്തെ മാർക്കറ്റ് കൂടെ കാണിച്ചു തരാം. കോപ്പറിൻ്റെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റാണ് ആക്ച്വലി സെറ്റ് ചെയ്യേണ്ടത്. കോപ്പറിൻ്റെ മാർക്കറ്റിൽ എപ്പോഴും കമ്മോഡിറ്റി മാർക്കറ്റിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ടൈം ഫ്രെയിം 15 മിനിറ്റ്സ് ആണ് ബെസ്റ്റ് ആക്യുറസി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ അപ്രോക്സിമേറ്റ് ഇന്നലെ വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്ന് പോയി ടോട്ടൽ 10 പോയിൻ്റ് ആക്ച്വലി മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് കാണും. ഇവിടെ നിന്നാണ് ആക്ച്വലി ബ്രേക്കിംഗ് പോയിന്റ് വന്നിരിക്കുന്നത്. 637 നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ ഇറങ്ങിയിട്ടുണ്ട് 34 വരെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 3 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സൈഡ് വേസ് ആണ് മാർക്കറ്റ് തിരിഞ്ഞ് കയറുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഗോൾഡും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഗോൾഡും മോർണിംഗിൽ സെല്ലും ഉണ്ടായിരുന്നു, ബൈയും ഉണ്ടായിരുന്നു. ബൈ ഇപ്പോൾ വന്നിട്ട് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ട് റീ എൻട്രിയും കൂടെ കിട്ടുന്നു. പക്ഷേ ജസ്റ്റാണ് കൺഫേം ആയിട്ട് ഹൈക്കിൽ കയറി ഓപ്പൺ ആയതാണ്. ഇതുപോലെ ലോങ് ക്യാൻഡിൽസൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ ഗോൾഡിൻ്റെ ആക്ച്വലി മോർണിംഗിൽ സെല്ല് ഇന്നലെ വന്ന സെല്ലിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് അപ്രോക്സിമേറ്റ് 50,360 എന്നൊക്കെ ആക്ച്വലി നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട്. 50,092 വരെ ആക്ച്വലി മാർക്കറ്റിലേക്ക് മോർണിംഗിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബൈ വന്നിട്ടുണ്ട്. ബൈ വന്ന് കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ 200 പോയിൻറ്റ്സിൽ ഒരടിച്ച് കയറിയിട്ടുണ്ട്. ഗ്രീൻ കളറിലേക്ക് ചേഞ്ച് ആയത് ഈ പോഷൻ വെച്ചിട്ടാണ്. അപ്പോൾ റിസ്കി ട്രേഡേഴ്സിന് വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം. ആക്ച്വലി ഇത്ര ഇറങ്ങിയ സ്ഥിതിക്ക് കയറും. അതുകൊണ്ട് റിസ്കി ട്രേഡേഴ്സിന് എടുക്കണം. പക്ഷേ അവിടെയും കൺഫർമേഷൻ നമുക്ക് കിട്ടിയില്ല. കൺഫർമേഷൻ വന്നത് ഇപ്പം ജസ്റ്റ് വന്നതേ ഉള്ളൂ. അപ്പം സേഫ് ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ഒന്നില്ലെങ്കിൽ റീ എൻട്രി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ ഫോറക്സിൻ്റെ മാർക്കറ്റ്. ഫോറക്സ് മാർക്കറ്റിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ 30 മിനിറ്റ്സ് ടൈം ഫ്രെയിം വെച്ചിട്ട് ചെയ്യുക. കമ്മോഡിറ്റി മാർക്കറ്റിൽ 30 ടൈം ഫ്രെയിമിനാണ് ബെസ്റ്റ് ആക്യുറസി. ഇന്നത്തെ ഗോൾഡിൻ്റെ മൊമെൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഗോൾഡിൻ്റെ മൊമെൻറ്റ് അപ്രോക്സിമേറ്റ് 1650 എന്ന് ആക്ച്വലി നല്ല രീതിയിൽ 1638 വരെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ 20 പോയിൻറ്റ്സ് എന്തായാലും ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്രയും നല്ല പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ ഇന്നലെ അധികം മാർക്കറ്റ് എനർജി ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു ഹൈക്കിൽ കയറി ഓപ്പൺ ആകും, അതേപോലെ താഴെ ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഇതുപോലത്തെ മാർക്കറ്റിലൊരു സേഫ് ട്രേഡ് നമുക്ക് കിട്ടത്തില്ല. ഒന്ന് നമുക്ക് ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെറുതെ എടുത്ത് നമുക്ക് ലോസിലേക്ക് പോകുന്നതിലും നല്ലത് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതേപോലെ ഹൈക്കിൽ ഓപ്പൺ ആവുന്ന ക്യാൻഡിൽസിലൊന്നും പെട്ടെന്ന് കയറി അവിടെ നിന്ന് എൻട്രി എടുത്തേക്കരുത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇന്നത്തെ പെർഫോമൻസാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ പെർഫോമൻസിൽ ഞാൻ കാണിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ആക്ച്വലി അതായത് ഈ ലോസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കവറപ്പ് ചെയ്യാം, പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, അതായത് ഏത് മാർക്കറ്റിലും കൂടെ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് വോളറ്റൈൽ റേഞ്ച് ഈ മാർക്കറ്റിലൊക്കെ ആക്ച്വലി നമുക്ക് ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഒരു സേഫ് എൻട്രിക്ക് വേണ്ടി ഷോർട്ടിലേക്ക് മാർക്കറ്റ് നമുക്ക് ടാർഗറ്റ് ഷോർട്ടായിട്ട് ചുരുക്കിയിട്ട് നമുക്ക് ലോട്ട് കൂട്ടിയിട്ട് എക്സിറ്റ് ചെയ്യുന്നത് വളരെ സേഫ് ആയിരിക്കും. ഓക്കെ, thanks for watching us.